ഒരു 5-6 മാസം മുമ്പ് ബിജു എന്ന് പറയുന്ന അപ്പൻ, 2 മക്കളുണ്ടാവും. അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വേറെ ഒന്നുമല്ല അച്ഛോ, അച്ഛൻ ബലി അർപ്പിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഞാനും ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, അച്ഛോ ബലി അർപ്പിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണം കൂടെയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം കൂടെ ഒന്ന് പറഞ്ഞു തരാം. 2 മക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ കുട്ടി കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ കിട്ടി. 2ാമത്തെ കുട്ടിക്ക് വേണ്ടി ആ ദമ്പതികൾ, ബിജു, പ്രിയ, അതാണ് ആ ദമ്പതികളുടെ പേര്, കാത്തിരുന്നത് നീണ്ട 13 വർഷം. 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പ്രിയയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പ് അവർ തിരിച്ചറിയുകയാണ്. പരിശോധനയ്ക്കായി ചെന്നു. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ മുറിയിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, പ്രിയമുള്ള ദമ്പതികളെ, സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശം, ഈ കുഞ്ഞിന് പിറവി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ശാരീരിക വൈകല്യങ്ങൾ ഈ കുഞ്ഞിന് ഇപ്പോഴേ ഉണ്ട്. ഓട്ടിസം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിതം നല്ലതാകാൻ വേണ്ടി ഉദരത്തിൽ വെച്ച് ഇതിനെ നമുക്ക് ഇപ്പോൾ തന്നെ വേണ്ട എന്ന് വെക്കാം. 2 പേരും ഒന്നും ചിന്തിച്ചില്ല, ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വയ്ക്കില്ല. ഓരോ മാസത്തിലും പരിശോധനയ്ക്ക് വരും. ഡോക്ടറിന് പറയാനുള്ളത് ഇത് മാത്രം, ഇതിനെ വേണ്ടാന്ന് വെക്കാം. പക്ഷെ ഇവർ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതിനെ ഞങ്ങൾക്ക് വേണം. അങ്ങനെ കഴിഞ്ഞ നവംബർ മാസം 4-ാം തീയതി ഓപ്പറേഷന് വിധേയമായി. ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു. കുഞ്ഞിനെ അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഓരോ പരിശോധനയ്ക്കും വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഡോക്ടർ ഈ ബിജു എന്ന അപ്പൻ്റെ അടുക്കൽ വന്ന് ബിജുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ വേണ്ട എന്ന് വെക്കാൻ, ഇപ്പം എന്തായിരുന്നു ചോദിച്ചു. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന് ഒരുപാട് വൈകല്യങ്ങളുണ്ടായിരുന്നു. കൈകളും കാലുകളും ഒരേപോലെ ഇരിക്കുക, കാൽവിരലുകൾക്കിടയിലൊക്കെ വല്ലാത്ത വിടവ്, വല്ലാത്ത നീളം, ശരീരത്തിൽ അസാധാരണമായ രോമ വളർച്ച. ആ ഡോക്ടർ ഈ അപ്പൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മുതുകിൽ ഇങ്ങനെ തടവി കാണിച്ചു. അസാധാരണമായൊരു മുഴ, വലിപ്പമുള്ളൊരു മുഴ. എന്നിട്ട് ആ ഡോക്ടർ ഈ അപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, മുഖം കുരങ്ങൻ്റേതല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെയാണ്. ഈ അപ്പൻ ഫോണിലൂടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചോ ഒരു അപ്പൻ്റെ മുഖത്ത് നോക്കി ഒരു ഡോക്ടറിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നായിരിക്കും. മണിക്കൂറുകൾ കഴിഞ്ഞു പോയി. ജീവിത പങ്കാളിക്ക് പ്രിയയ്ക്ക് ബോധം വന്നു. ഒരുപാട് വൈകല്യങ്ങളുള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ അപ്പൻ ഈ ജീവിത പങ്കാളിയുടെ അടുക്കൽ ചെന്ന് നിൽക്കുകയാണ്. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടെ എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് ഈ കുഞ്ഞിനെ വൈകല്യങ്ങളോടുകൂടെ കൈകളിലെടുത്തപ്പോഴും ആ പ്രാർത്ഥന ഞാൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് നടത്തിയൊരു പ്രാർത്ഥന എങ്ങനെയായിരുന്നു, ഈ കുഞ്ഞിൻ്റെ പോരായ്മകളോടുകൂടെ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം മാതാപിതാക്കളായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടു. ഈ പ്രിയയുടെ അടുക്കൽ ചെന്ന് ഒരുപാട് സങ്കടത്തോടു കൂടെ ഈ അപ്പൻ ബിജു ആ കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഈ ഡോക്ടർ ഈ അപ്പനോട് കാണിച്ചതുപോലെ ഈ പ്രിയയുടെ കരം പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മുതുകിലുള്ള ആ വലിയ മുഴ ഇങ്ങനെ തടവി കാണിച്ച് ആദ്യം ഒന്ന് തടയി നോക്കി. ഒന്നും ഇങ്ങനെ കയ്യിൽ തടയുന്നില്ല. 2ാമതും 3ാമതും നോക്കി, അവിടെ ആ മുഴയില്ല. ആ കുഞ്ഞിനെ അവൻ തിരിച്ചും മറിച്ച് നോക്കി, കുഞ്ഞിനിൽ യാതൊരു കുഴപ്പമില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടി ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടറും പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല. എയ്ബൽ ഡേവിഡ് എന്ന പേരോടുകൂടെ 9 മാസം പ്രായമായി ആ കുഞ്ഞ് ഇന്ന് പ്രിയ ബിജു ദമ്പതികളുടെ 2ാമത്തെ മകനായി ഈ ലോകത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ ആ കുഞ്ഞ് ഈ ദമ്പതികൾക്ക് അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. വൈകല്യത്തോടു കൂടെ ഈ ലോകത്തിലേക്ക് ഈ കുഞ്ഞിനെ തമ്പുരാൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, വൈദ്യശാസ്ത്രം ഈ കുഞ്ഞിന് പോരായ്മകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് ദൈവം ഈ മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടുത്തി. പക്ഷെ മറ്റൊരു ബോധ്യം കൂടെ അവർക്ക് കൊടുത്തു, വൈദ്യശാസ്ത്രത്തിനും മേലെയാണ് ഞാനെന്ന പരമമായ സത്യമെന്ന്. പ്രിയമുള്ളവരെ, ആ ബിജു, ആ അപ്പൻ, അവനാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. അച്ചോ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അപ്പൻ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട്, ഞാൻ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന അപ്പനാണ്. എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാറില്ല, ഞായറാഴ്ച പോകും.
എല്ലാ മാസത്തിലൊന്നും കുമ്പസാരിക്കാറില്ല, എന്നാലും കുമ്പസാരിക്കും. അങ്ങനെ അത്ര നല്ലതല്ലാത്തൊരു ജീവിതം നയിച്ചിട്ടും എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിനെതിരെ ഇനി ഞാൻ ജീവിച്ചാൽ അത് വല്ലാത്തൊരു ചതിയായി പോകും അച്ഛൻ. അതുകൊണ്ട് ഓരോ ബലിയർപ്പണത്തിലും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഈ അപ്പൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ എൻ്റെയും മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവസ്നേഹത്തെ പ്രതിയാണ്, അതോ എനിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ്? എൻ്റെ പേര് മോശം അല്ലെങ്കിൽ എൻ്റെ പേരിന് കോട്ടം സംഭവിക്കുമെന്ന് കരുതി മറ്റുള്ളവരുടെ മുമ്പിൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നാം തീവ്രമായി പരിശ്രമിക്കാറുണ്ട്. ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാനും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നല്ലത് കിട്ടാൻ വേണ്ടി നല്ല ജീവിതം നയിക്കാറുണ്ട്. പക്ഷേ തിരുവചനവും ഈ ബിജു എന്ന അപ്പനും നമുക്ക് നൽകുന്ന പരമമായൊരു സാക്ഷ്യമുണ്ട്. ദൈവസ്നേഹത്തെ പ്രതി പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ആരുടെയൊക്കെ ഹൃദയത്തിലുണ്ടോ അവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണോ എന്നൊരു പരിശോധന ഈ ബലിയർപ്പണത്തിൽ നമുക്ക് നടത്താൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? എൻ്റെ അപ്പം കാണും, എൻ്റെ അമ്മ കാണും, എൻ്റെ ജീവിത പങ്കാളി കണ്ടാൽ എന്ത് വിചാരിക്കും, മക്കൾ കണ്ടാൽ എന്ത് വിചാരിക്കും? ആരും കാണുന്നില്ല എന്ന് ഏകദേശം ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ ഒരു മടിയുമില്ലാതെ പാപം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ വിശ്വസിക്കുക, നാം ദൈവസ്നേഹത്തിൻ്റെ ചുറ്റളവിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ ശരീരത്തിൽ ഓരോ മുറിവും ഉണ്ടാക്കിയത് അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. അവൻ നമ്മെ സ്നേഹിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ വേണ്ടി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പൊന്നോമന മകൻ സ്വന്തം പ്രാണൻ നമുക്ക് വേണ്ടി പകുത്തു നൽകിക്കൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ നാം വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാ. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, ഈ ബലി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ചങ്കിൽ തട്ടി ഒരല്പസമയത്തേക്കെങ്കിലും ദൈവസ്നേഹത്തെ പ്രതി പാപത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ സാധിച്ചാൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, നാം കർത്താവിനെയും കെട്ടിപ്പിടിക്കും. രണ്ടുപേരും ഒരേ ശക്തിയിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാൽ അതിനെ വേർപിരിക്കുക അസാധ്യമാണ്. ഒറ്റ കാര്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, പാപകരമായ ജീവിതത്തിൽ. അത് വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ രക്ഷപ്പെടാനുള്ള മാർഗവുമുണ്ട്, കുമ്പസാരം. അങ്ങനെ കുമ്പസാരിച്ച് പാപത്തിൽ വീണു പോകുമ്പോൾ കുമ്പസാരിച്ച് ആ ആലിംഗനത്തിൽ വീണ്ടും ചേർന്നിരിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവകൃപ നിറഞ്ഞവരായി നാം ഓരോരുത്തരും മാറും. യേശുവേ, ഞാനിതാ എൻ്റെ ബലഹീനതകളെ, പോരായ്മകളെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, നാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് മറ്റുള്ളവരെ പ്രതിയല്ലേ, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ? ദൈവസ്നേഹത്തെ പ്രതി പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചാൽ നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കാണ്. അല്ല എങ്കിൽ ഇവിടം കൊണ്ട് അങ്ങോട്ട് അവസാനിച്ചു പോകും. അതിനാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാം, കൃപ നിറഞ്ഞ വ്യക്തിയായി ജീവിക്കാൻ, കൃപയാകുന്ന നിന്നെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.